എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. വത്തിക്കാൻ കൗൺസിൽ രണ്ടാമത്തെ കൗൺസിലിൽ തീർത്ഥാടക സഭയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്, തീർത്ഥാടക സഭ അതിൻ്റെ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. എന്ന് ഈ പ്രേക്ഷിത ചൈതന്യം നമുക്ക് നഷ്ടമാകുന്നുവോ അന്ന് സഭ സഭയല്ലാതായി തീരും. യേശു പറഞ്ഞു, നിങ്ങളെ പ്രതി എന്നെ പ്രതി നിങ്ങളെ ജനം പീഡിപ്പിക്കും. ഇന്ന് നമ്മളെ ആരും പീഡിപ്പിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വിശുദ്ധിയോടെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഡിവൈൻ ധ്യാനഗ്രന്ഥരോ പനക്കരച്ചോ നായ്ക്കപ്പുറച്ചോ ബാക്കി അച്ഛന്മാരോ യേശു ഏകരക്ഷകനും കർത്താവുമെന്ന് ഒത്തിരിയേറെ പ്രഘോഷിച്ചു. അതിന് ഞെരുക്കം ഉണ്ടാകുകയും ചെയ്തു. നമുക്കിതിലൊരു പ്രശ്നവും. ഹല്ലേലൂയ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഡിക്രി ഓൺ ദ ചർച്ചസ് മിഷണറി ആക്ടിവിറ്റിയിൽ അതിൻ്റെ 6ാമത്തെ പാരഗ്രാഫിൽ സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, പ്രേക്ഷിത പ്രവൃത്തിയുടെ പ്രത്യേക ലക്ഷ്യം സഭ ഇനിയും വേര് പിടിച്ചിട്ടില്ലാത്ത ജനതകളുടെയും സമൂഹങ്ങളുടെയും ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വത്തിക്കാൻ കൗൺസിലിൻ്റെ ജൂബിലിയൊക്കെ ആഘോഷിച്ച് അതിൻ്റെ പ്രബോധനങ്ങളൊക്കെ വീണ്ടും പഠിക്കണം എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായ ഈ ദൗത്യത്തിലൊക്കെ എത്രമാത്രം നമ്മൾ വന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ആദ്യത്തെ ഒരു കളചിന്ത ഇതാണ്, ഇന്ന് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സാഹചര്യം ശരിയല്ല, അതുകൊണ്ട് സാക്ഷി ജീവിതം മതി എന്നുള്ളത്. യേശു സാക്ഷി ജീവിതം കാണിച്ചു, ഒപ്പം പ്രഘോഷിച്ചു. അപ്പോസ്തലന്മാർ സാക്ഷി ജീവിതം കാണിച്ചു, പ്രഘോഷിച്ചു. ഇത് രണ്ടും നമ്മുടെ കടമയാണ്, ഒന്ന് മറ്റൊന്നിന് പകരം അല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ 849 പാരഗ്രാഫിൽ CCCയിൽ 849 പാരഗ്രാഫിൽ ഇപ്രകാരം പഠിപ്പിച്ചു, സഭ തൻ്റെ സ്ഥാപകൻ്റെ കൽപ്പനയോടുള്ള അനുസരണം കൊണ്ടും തൻ്റെ തന്നെ സത്താപരമായ സാർവത്രികത ആവശ്യപ്പെടുന്നതുകൊണ്ടും എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കാൻ യത്നിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കാൻ യത്നിക്കുന്നു. ഇത് പ്രഘോഷണം കർത്താവ് നമ്മളെ ഏൽപ്പിച്ച അടിസ്ഥാന ദൗത്യമാണ്. ഹല്ലേലൂയ. റോമലേഖനം 10:14 നമുക്കൊന്ന് വായിക്കാം. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യാ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള. റോമ 10:14 ഉണ്ട്, 10:17 ഉണ്ട്. 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആണ് അവിടെ വിശ്വാസം ഉണ്ടാകുന്നത്. കഥകൾ പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാകില്ല. യേശു ഏകരക്ഷകന് കർത്താവെന്ന് പ്രസംഗിച്ചാൽ അവിടെ വിശ്വാസം ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഇവിടെ യേശു ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമ ആണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ വിശ്വാസം ഉണ്ടാകും. ഹല്ലേലൂയ. തിമോത്തിയോസിന്റെ 2ാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 2ാമത്തെ വാക്യത്തിൽ 2 തിമോത്തി 4:2 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വചനം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. ഏതാനും വർഷം മുമ്പ് പാലായിലെ ഭരണങ്ങാനത്ത് അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് അവിടെ പാലായിലെ ബിഷപ്പ് കല്ലറങ്ങാട്ടി പിതാവ് അദ്ദേഹം കുർബാന കഴിഞ്ഞൊരു പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം പ്രസംഗിക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് മാത്രം പോരാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കണം.
സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അതൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതല്ല. സീറോ മലബാർ സഭയുടെ ഡോക്ടറിനെ കമ്മീഷന്റെ ചെയർമാനാണ് കല്ലറങ്ങാട്ട് പിതാവ്. ആ പിതാവാണ് ഭരണഘടനാ കൺവെൻഷനിൽ 10,000 മുമ്പിൽ പറഞ്ഞത്, സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ അഭിഷേകം ഉണ്ടാകുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങൾ, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. യേശുവിനെ കുറിച്ച് എവിടെയെല്ലാം പ്രസംഗിക്കപ്പെട്ടുവോ അവിടെയെല്ലാം കർത്താവ് കൂടെ പ്രവർത്തിക്കും. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു സ്റ്റേജിൽ യേശു ഏകരക്ഷകനും കർത്താവെന്ന് പ്രസംഗിച്ചതുപോലെ വേറെ ഒരു അൾത്താരയിലും പ്രസംഗിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അൾത്താരയിൽ, ഈ ഗ്രൗണ്ടിൽ സംഭവിച്ചതുപോലെ അത്ഭുതങ്ങൾ വേറെ എവിടെയും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടില്ല. യേശുവിനെ പ്രഘോഷിക്കുന്നിടത്ത് കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. രക്ഷകന്റെ മിഷൻ എന്ന ഡോക്യുമെന്റിൽ 11-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ഇക്കാലത്തും എല്ലാ കാലഘട്ടത്തിലുള്ള ക്രൈസ്തവ രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ കൊടുത്തതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഈ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. ഏതു മനുഷ്യനും യേശു ക്രിസ്തുവിനെ ആവശ്യമുണ്ടെന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി രക്തസാക്ഷികളായി തീർന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു സകലർക്കും യേശുവിന് ആവശ്യമുണ്ടെന്നുള്ളത്. ഏഷ്യ സഭ ഡോക്യുമെന്റിൽ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ പ്രത്യേകം പഠിപ്പിച്ചു, എല്ലാ മനുഷ്യകുലത്തോടും പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹത്തെ ഓരോ ക്രൈസ്തവനും സഭയും ഒളിച്ചു വെക്കുകയോ കുത്തകയായി സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഏഷ്യ സഭ ഡോക്യുമെന്റിൽ 10-ാമത്തെ പാരഗ്രാഫ്, ഒളിച്ചു വെക്കുകയോ കുത്തകയായി സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും 10-ാമത്തെ പാരഗ്രാഫ് പറയാണ്, യേശു ക്രിസ്തുവിന്റെ സത്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നത് വിശ്വാസം സ്വീകരിച്ച എല്ലാവരുടെയും കടമയാണ്. യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് വിശ്വാസം സ്വീകരിച്ച എല്ലാവരുടെയും കടമയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മളത് ചെയ്തില്ലെങ്കിൽ മത്തായി സുവിശേഷം 21:13 പറഞ്ഞ പോലെ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. അച്ഛൻ പാലക്കാട് സെൻട്രലായിരുന്ന സമയത്ത് ഒരിക്കൽ തെരുവ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില സഹോദരിമാര് പട്ടാമ്പി ഭാഗത്തുനിന്ന് ഒരു സഹോദരിയെ കൊണ്ടുവന്നു. ഈ സഹോദരി ശരീരത്തിൽ കുഷ്ഠം പിടിച്ച് വീട്ടിലിരിക്കുകയാണ്. ഈ തെരുവ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട വ്യക്തി ഇദ്ദേഹത്തിന് ഈ സഹോദരി വീട്ടിൽ നിന്ന് കടന്നിട്ട് ഒരു ദിവസം വെള്ളം വാങ്ങി കുടിക്കാൻ പോലും അറച്ചു. അതുപോലെ കുഷ്ഠമായ അവസ്ഥയായിരുന്നു. എന്നാൽ ഒരിക്കൽ ഈ സഹോദരി വീട്ടിലിരിക്കുന്ന സമയത്ത് താടിയും മുടിയൊക്കെ വെച്ച ചുവന്ന ഷാളുള്ള ഒരു വ്യക്തി ഈ സ്ത്രീയുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സഹോദരിയെ തൊട്ടു, മുറിവ് സൗഖ്യമായി, കുഷ്ഠം പരിപൂർണമായിട്ട് മാറി. എന്നിട്ട് ആ സഹോദരിയോട് ഈശോ പറഞ്ഞു, നീ ചെറിയൊരു മൈക്ക് വാങ്ങിയിട്ട് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ പോയി ടൗണിൽ പോയി പ്രസംഗിക്കാൻ. ഈ സ്ത്രീ ടൗൺ കണ്ടിട്ടില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. ചെറിയൊരു മൈക്ക് വാങ്ങിയിട്ട് ഈ സഹോദരി ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ സഹോദരിക്ക് പോലീസിനെ കണ്ട പേടിയാണ്. അന്ന് എന്തോ കാരണത്താൽ 2 വണ്ടി പോലീസ് അവിടെ നിൽക്കുന്നു, വരയ്ക്കാൻ തുടങ്ങി. ഈ സഹോദരി കണ്ണടച്ച് യേശു കൊടുത്ത പേരൻസ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി, പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. എന്തായാലും 1 മണിക്കൂറോളം ആ സഹോദരി കർത്താവ് കൊടുത്ത പേരൻസ് വചനം പ്രസംഗിച്ചു. കഴിഞ്ഞപ്പോൾ പോലീസുകാരാണ് വന്ന് കൈ കൊടുത്തിട്ട് പോയത്. കുഷ്ഠം മാറി ആ സഹോദരി മാമോദിസ സ്വീകരിക്കുന്ന മുമ്പ് തന്നെ പോയി തെരുവിൽ പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരുപക്ഷെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുന്നതിൽ വിശ്വസ്തത കാണിക്കാതെ വന്നപ്പോൾ ദൈവം അവിടെ ഇവിടെയും സാവൂൾ ഉയർത്തിയ പോലെ പലരെയും ഉയർത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ കടമ, ഏൽപ്പിച്ച താലന്തിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏഷ്യയുടെ സഭ ഡോക്യുമെന്റിൽ 20-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, ഏഷ്യയിലെ ജനങ്ങൾക്ക് സഭയ്ക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പരമമായ സേവനം യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പരമമായ സേവനം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചെയ്ത ചെറിയൊരു പ്രവൃത്തി പോലും ഒരുപക്ഷെ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരും. തോമസ് ലീഗ ഭാരതത്തിൽ വന്നപ്പോൾ തന്നെ ഫ്രാൻസിസ് സേവർ നമ്മുടെ നാട്ടിൽ വന്ന ഏകദേശം 3.5 ലക്ഷത്തോളം ആളുകളെ മാമോദിസ മുക്കിയെന്നാണ് ഏകദേശം കണക്ക്. ഈ ഫ്രാൻസിസ് സേവറിനെ മാനസാന്തരപ്പെടുത്തിയ ആരാണ്? ഇഗ്നേഷ്യസ് ലയോള.
ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ജെസ്യൂട്ട് സഭാ സമൂഹത്തിൽ 10,000 വൈദികരുണ്ട്. ആ കൂട്ടായ്മയിലാണ് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുള്ളത്. ഇനി ഈ ഇഗ്നേഷ്യസ് ലയോളയെ മാനസാന്തരപ്പെടുത്തി ആരാ? മുറിവേറ്റ് ആശുപത്രി കിടക്കുന്ന സമയത്ത് വായിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ഈ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ബൈബിളും വിശുദ്ധരുടെ പുസ്തകങ്ങളും കൊടുത്തു. യേശുവിനെക്കുറിച്ച് ബൈബിളിൽ നിന്ന് വായിക്കുകയും അസീസി പുണ്യവാളിനെക്കുറിച്ചും കാരപുണ്യതയെക്കുറിച്ചും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ ഈ ഇഗ്നേഷ്യസിന് മനസ്സിലായി, അവനും അവൾക്കും വിശുദ്ധരാകാൻ വേണ്ടി എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധനായിക്കൂടാ? ആശുപത്രി കിടക്കുമ്പോൾ ഒരു പുസ്തകം വായിക്കാൻ കൊടുത്തത് വഴി ഇഗ്നേഷ്യസിലെയുള്ള വിശുദ്ധനായെങ്കിൽ, അതുവഴി 10,000 ജെസ്യൂട്ട് വൈദികരുടെ സമൂഹം ഉണ്ടായെങ്കിൽ, ഇഗ്നേഷ്യസ് ലയോള വഴി ഫ്രാൻസിസ് സേവ്യർ മാനസാന്തരപ്പെട്ടെങ്കിൽ, ഫ്രാൻസിസ് സേവ്യർ വഴി 3 ലക്ഷത്തോളം പേര് ഭാരതത്തിൽ യേശുവിനെ അറിഞ്ഞെങ്കിൽ, ഇത്രയും ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ കണക്കിന് ആരും കൂടെ ഉത്തരവാദിയാണ്? ആ പുസ്തകം കൊടുത്ത നേഴ്സും ഉത്തരവാദിയാണ്. ഹല്ലേലൂയ. അതിൻ്റെ മറുവശം, ഒരു പുസ്തകം കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ട്, ഒരു വചനോത്സവം കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ട്, ഒരു ബൈബിൾ കൊടുക്കാൻ അവസരം കിട്ടിയിട്ട്, യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ അവസരം കിട്ടിയിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ അതുവഴി രക്ഷപ്പെടേണ്ട 10,000 ആത്മാക്കളുടെ കണക്കും നമ്മുടെ മേൽ ആരോപിക്കപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്നാമത്തെ കളയെക്കുറിച്ച് പറഞ്ഞു, സാക്ഷി ജീവിതം മതി എന്നുള്ളതാണ്. രണ്ടാമത്തെ കള സാഹചര്യം അനുകൂലമല്ല പ്രതികൂലമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് സാഹചര്യം അനുകൂലമായിരുന്നു. 3.5 വർഷം കൊണ്ട് കുരിശിൽ മരിച്ച് എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ യേശുവിന് സാഹചര്യം അനുകൂലമായിരുന്നു. അപ്പസ്തോലന്മാരെ 12 പേര് യൂദാസ് പോയി, പകരം മത്യാസ് സ്ലീഹ വന്നു. 12 അപ്പസ്തോലന്മാരിൽ യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായിരുന്നില്ലേ? അവർക്ക് സാഹചര്യം അനുകൂലമായിരുന്നു. ആദ്യം 3 നൂറ്റാണ്ടുകളിൽ 10,000 രക്തസാക്ഷികളായി തീർന്നില്ലേ? അവർക്ക് സാഹചര്യം അനുകൂലമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരിയേറെ ദുരുപയോഗിക്കുന്ന ഒരു വാക്കാണ് വിവേകത്തോടെ പെരുമാറണം എന്നുള്ളത്. യേശു എന്താ ശിഷ്യന്മാരോട്, പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ് ശേഷവും വന്ന് പറയുന്ന ഏക കൽപ്പന സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ വിചാരിക്കുന്നു, ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ യേശു ഇങ്ങനെയായിരുന്നു പറയേണ്ടിരുന്നത്: പത്രോസ്, തോമസ്, എനിക്ക് കുറച്ച് തീക്ഷ്ണത കൂടിപ്പോയി, കുറച്ച് ഓവറായിപ്പോയി, എൻ്റെ കാര്യം തീർന്നു. നിങ്ങളെങ്കിലും കുറച്ച് ക്ഷമാപൂർവ്വം വിവേകത്തോടെ പിടിച്ചു നിന്ന് ഒരു 50 വർഷം ജീവിച്ച് എൻ്റെ സഭയുടെ ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതോടെ വരെയെങ്കിലും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ആദിക സഭയിലെ അപ്പസ്തോല നിരകൾ മുഴുവൻ ഗോതമ്പ് മണി നിലത്ത് വീഴുന്ന അഴിയുന്നത് പോലെ അഴിഞ്ഞ് ഇല്ലാതായി. യുദാസിന് പകരം വന്ന മത്യാസ് ലീഗയെ കുരിശ് തറയ്ക്കുമ്പോൾ തൊലി ഉരിഞ്ഞിട്ടാണ് കുരിശ് തറച്ചു കൊല്ലുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ പോലെ അഴിഞ്ഞ് ഇല്ലാതായി. ഹല്ലേലൂയ. യേശുവേ നന്ദി. സാഹചര്യം അനുകൂലമല്ല എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല, അത് ഭീരുത്വത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയോ ആത്മധൈര്യത്തിൻ്റെയോ ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ നമുക്ക് ധൈര്യമില്ലെങ്കിൽ എവിടെയോ ഒരു പെന്തക്കോസ്തായുടെ കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഭാരതത്തിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ യേശുവിനെ കുറിച്ച് പറയണോ വേണ്ടതൊക്കെ പലരും ചിന്തിക്കുമ്പോൾ ഏഷ്യയിലെ സഭൻ ഡോക്യുമെന്റിൽ 20ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ കൃത്യമായി പഠിപ്പിച്ചു, ഏഷ്യയിലെ സമ്പന്നമായ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ മതങ്ങളുടെ ബഹുമാനമോ ആദരവോ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ സങ്കീർണതയോ അക്രൈസ്തവരോടുള്ള യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രഘോഷണത്തിൽ നിന്ന് പിന്തിരിയാൻ സഭയ്ക്ക് ന്യായീകരണമല്ല. ഹല്ലേലൂയ. ഒരു കാരണം പറഞ്ഞു, വിജാതിയോടുള്ള സുവിശേഷ വേല നമുക്ക് പിന്തിരിഞ്ഞ് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഏഷ്യ സഭ ഡോക്യുമെന്റിൽ 23ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് മാർപ്പാപ്പ ഒരു കാര്യം പറയുകയാണ്: അഗ്നിയാൽ എരിയപ്പെടുന്നതിന് മാത്രമേ തീ കൊളുത്താൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ ആരെയും ഒഴിവാക്കാതെ സഭയിലെ പിതാക്കന്മാരും സഭയിലെ വൈദികരും സമർപ്പിത ജീവിതത്തിലുള്ളവരും ആത്മായരും യേശുവിൻ്റെ സ്നേഹത്താലും തീക്ഷ്ണതയാലും എരിയുന്നെങ്കിലേ സഭയിൽ സുവിശേഷ പ്രഘോഷണം സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. ഏഷ്യ സഭ ഡോക്യുമെന്റിൽ 23ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ജൂബിലി വർഷത്തെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ പ്രതിസന്ധികളോ എതിർപ്പോ അല്ല പ്രശ്നം, നമ്മൾ അഗ്നിയാൽ ജ്വലിച്ചെങ്കിൽ മാത്രമേ ഏഷ്യയിൽ ഒരു സുവിശേഷവൽക്കരണം സാധ്യം ആവുകയുള്ളൂ. ഹല്ലേലൂയ.
ഇനി ഇങ്ങനെ സുവിശേഷ വേല ചെയ്താൽ പ്രതിസന്ധി ഉണ്ടാകില്ലേ? ഉണ്ടാകും എന്ന് തന്നെ യേശു പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലഘട്ടം വരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശു പഠിപ്പിച്ചു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണോ അതോ യേശുവിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണോ? സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ യേശു കൃത്യമായിട്ട് പറഞ്ഞു പീഡനമുണ്ടാകും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ ഈശോ പറഞ്ഞു, അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ നിങ്ങളോട് ഇത് ചെയ്യും. എങ്കിൽ ഇന്ന് ലോകത്തിൽ ഈ മതമർദ്ദനങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരോട് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പുത്രൻ്റെ കരുതലിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാത്തത് കൊണ്ടാണ്. യോഹന്നാൻ 16-ൽ 1 മുതൽ വാക്യങ്ങൾ യേശു പറഞ്ഞു, അവർ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ നിങ്ങളോട് അത് ചെയ്യും. എന്തുകൊണ്ട് അവരത് അറിഞ്ഞില്ല? ഏൽപ്പിച്ച നമ്മൾ അത് ചെയ്തില്ല. സ്വന്തം പൗരത്തെ പ്രതി വ്യഗ്രത കാണിച്ചു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇപ്പോൾ നമ്മൾ ദ്വേഷിക്കപ്പെടുന്നത് നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണോ അതോ യേശുവിൻ നാമം കൊണ്ടാണോ? എൻ്റെ നാമം നിമിത്തം സർവ്വരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിവുള്ളവരെ നിങ്ങൾ ഭയപ്പെടുവിൻ. കഴിവുള്ളവനെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ. നമുക്ക് എന്തിനാണ് ഭയം? നമ്മുടെ തല വെട്ടുന്നവരെയോ കൈ വെട്ടുന്നവരെയോ വീട് കത്തിക്കുന്നവരെയോ അതോ നരകത്തിൽ ഇടുന്നവനെയോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് ഇവിടെ എന്തെങ്കിലും ആവേശത്തിന് പുറത്ത് പറയുന്നതല്ല. സഭയുടെ ഡോക്യുമെന്റുകളിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷ്യത്തിലൂടെ സുവിശേഷം കൊടുക്കണമെന്ന്. രക്ഷകന്റെ മിഷൻ എന്ന ഡോക്യുമെന്റിൽ 45-ാമത്തെ പാരഗ്രാഫിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് സാക്ഷിയാകാൻ വേണ്ടി മരണം തന്നെ വരിക്കേണ്ടി വന്നേക്കാം. അതാണ് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ പരീക്ഷണ നിമിഷം. ക്രൈസ്തവ ചരിത്രത്തിലുടനീളം എണ്ണമില്ലാത്ത രക്തസാക്ഷികളുടെ നീണ്ട നിര കാണുന്നു. വിശ്വാസത്തിൻ്റെ ഏറ്റവും മികച്ച സാക്ഷികളും സ്തംഭങ്ങളുമാണ് അവർ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ഏറ്റവും മികച്ച സാക്ഷികളും സ്തംഭങ്ങളുമാണ് രക്തസാക്ഷികൾ. വീണ്ടും ഏഷ്യൻ സഭ ഡോക്യുമെന്റ് 49-ാം പാരഗ്രാഫിൽ മാർപ്പ പഠിപ്പിക്കുന്നു, എന്തൊക്കെ പരിശീലന പരിപാടികൾ ചെയ്താലും അവസാനം രക്തസാക്ഷിത്വമാണ് ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അന്തസത്ത ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 9:24, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. രക്തം ചിന്തി ജീവൻ കൊടുത്ത് യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടണം. ഇത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. സഭ നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. 3-4 വർഷം മുമ്പ് പാലക്കാട് രൂപതയിലെ വൈദികരുടെ ധ്യാനം നടക്കുമ്പോൾ മൈക്കിൾ പണച്ചിക്കലച്ചൻ അച്ഛനാന്ന് തോന്നുന്നു, അച്ഛൻ അവിടെ ധ്യാനത്തെ സഹായിക്കാൻ വേണ്ടി വന്നു, കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ട്. അച്ഛൻ പറഞ്ഞൊരു കാര്യമൊക്കെയാണ്. അച്ഛൻ ഈ തെക്കുവശത്ത് എവിടെയോ ഒരു ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. അവിടെ സർവ്വമത സംവാദം നടക്കുകയാണ്. വ്യത്യസ്ത മതക്കാർ വന്ന് അവരുടെ മതത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നു. ക്രിസ്ത്യാനിയായിട്ട് സ്റ്റേജിൽ കയറിയ വ്യക്തി ദൈവം സ്നേഹം മാത്രം എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ കുറിച്ച് പോലും പറയാതെ ഇറങ്ങിപ്പോന്നു. മൈക്കിൾ അച്ഛൻ താഴെ ഇരിക്കുകയാണ്. ഓഡിയൻസിനെ കൂടി ഇരിക്കുമ്പോൾ അച്ഛന് വല്ലാത്ത വിഷമമായി. യേശു ഏകരക്ഷയെന്ന് ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് കയറിയ ആൾ പറഞ്ഞില്ലല്ലോ. എന്തായാലും എല്ലാ കോമൺ സെഷൻ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ മോഡറേറ്റർ എന്ന വ്യക്തി പറഞ്ഞു, പൊതുവായിട്ടുള്ള സെഷൻ കഴിഞ്ഞു, ഇനി ഓഡിയൻസിന് സൈഡിലിരിക്കുന്ന ആർക്കെങ്കിലും കയറി വന്ന് എന്തെങ്കിലും സംസാരിക്കാമെന്ന്. അത് അച്ഛൻ പറയുന്നതിൻ്റെ പശ്ചാത്തല പ്രകാരമാണ്. അച്ഛനോട് സെൻട്രൽ ഞങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി വന്ന സമയത്ത്
കൗൺസിലേഴ്സ് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി ഒരു സിസ്റ്ററുടെ കൗൺസിലിന് വേണ്ടി വന്നിരുന്നു. ആ സിസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് സിസ്റ്ററിനെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു, ഇതാ മൈക്കിളച്ചനെ കർത്താവ് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ എല്ലാ മക്കളും ഇവൻ വചനം പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മൈക്കിളച്ചൻ വലിയ സന്തോഷമായി. അച്ഛൻ ചോദിച്ചു, ഏത് പ്രസംഗമായിരിക്കും കർത്താവ് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞു, അച്ഛാ അതൊരു 3 മിനിറ്റ് പ്രസംഗമാണ്. 25-30 വർഷം വചനം പ്രസംഗിച്ച അച്ഛനോട് ഒരു 3 മിനിറ്റ് പ്രസംഗമാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോൾ അച്ഛൻ കൺഫ്യൂഷനായി. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു വീണ്ടും പറഞ്ഞു, അത് അച്ഛനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട പ്രസംഗമാണ്. അച്ഛൻ പെട്ടെന്ന് മനസ്സിലായി. അന്ന് ഈ മതസംവാദം നടക്കുന്ന സമയത്ത് ഓഡിയൻസിനോട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും പറയാണ്ടേ വരാം. അച്ഛൻ ഓഡിയൻസിന് ഭാഗത്ത് കയറി സ്റ്റേജിൽ വന്നു, മൈക്ക് എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, തൊട്ടുമുമ്പ് പറഞ്ഞ എല്ലാവരും പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എല്ലാ സെൻറ്റൻസിൻ്റെ ആദ്യവും അവസാനവും യേശു രക്ഷകൻ രക്ഷകൻ എന്ന് പറഞ്ഞ് അച്ഛൻ പറയാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓഡിയൻസിൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ നല്ല കരിസ്മാറ്റിക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു, തീക്ഷ്ണമതികൾ. അച്ഛൻ യേശു എന്ന് പറയുമ്പോൾ അവർ കൈയടിക്കാൻ വേണ്ടി തുടങ്ങും. അവർ കൈയടിക്കുമ്പോൾ അച്ഛന് ആവേശം കൂടും, അവർ വീണ്ടും കൈയടിക്കും. അവിടുത്തെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആരും ഗ്രൂപ്പ് തിരിയുന്നുള്ളായിരുന്നു. അവർ കൈയടിച്ചപ്പോൾ ബാക്കിയുള്ളവരും ഗ്രൂപ്പ് തിരിഞ്ഞു, ഉന്തും തള്ളുമായി. സംഘാടകർ അച്ഛനോട് നിന്ന് മൈക്ക് വാങ്ങിയിട്ട് അച്ഛനെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വിട്ടു. 16 വർഷം മുമ്പ് നടന്ന കാര്യമാണത്. 16 വർഷങ്ങൾക്ക് ശേഷം 3-4 വർഷം മുമ്പ് പാലക്കാട് വൈദികർ ധ്യാനം നടക്കുമ്പോൾ ഈ സിസ്റ്ററുടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു, അച്ഛൻ ഇത്രയും നീണ്ട പൗരോഹിത്യ ശുശ്രൂഷയിൽ അന്ന് യേശു ഏകരക്ഷകനും കർത്താവും എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് മൈക്ക് വാങ്ങി ഇറക്കി വിട്ട ആ പ്രസംഗമാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന്. ഗലാത്യയിലെ ഞാൻ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെ പ്രീതിയാണോ? ദൈവത്തിൻ്റെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നമുക്കതിന് നിക്ഷേപ സ്വർഗത്തിലുണ്ട്. മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെയുമില്ല അവിടെയും ഇല്ലാത്ത ഒരിടത്തും ആശ്വാസം കിട്ടാത്ത വലിയ ദുരന്തം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരുടെ അന്ത്യം എങ്ങനെയാണെന്ന് കൂടെ കണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫിയാത്ത് മിഷനിൽ ഒരിക്കൽ വന്ന വാർത്തയനുസരിച്ച് 12 അപ്പസ്തോലന്മാർ മരിച്ചതിനെ കുറിച്ചൊരു വാർത്ത അത് എഴുതി വെച്ചതാണ്. പത്രോസ് അപ്പസ്തോലിനെ കുറിച്ച് നമുക്കറിയാം, കുരിശിൽ തലകീഴായി മരിച്ചു. അന്ത്രയോസ് ലീഗ കുരിശിൽ മരിച്ചു. യാക്കോബ് സ്ലീഹയുടെ തല വെട്ടി. യോഹന്നാൻ സ്ലീഹയെ തിളച്ച എണ്ണയിലിട്ടായിരുന്നു, പക്ഷേ മരിച്ചില്ല. പിന്നീട് സാധാരണ നോർമൽ ഡെത്തിൽ. പീലിപ്പോസ് ലീഗ കുരിശിൽ കിടന്ന് മരിച്ചു. ബർത്തലോമേസ് ലീഗ തൊലിയുരിഞ്ഞ് കുരിശിൽ തറച്ച് മരിച്ചു. മത്തായിസ് ലീഗ തലവെട്ടി. തോമസ് ലീഗ കുന്തത്താൽ കുത്തപ്പെട്ടു. ഷിമിയോസ് ലീഗ കുരിശിൽ തറച്ച്. ചെറിയ യാക്കോബിനെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ടു, മരിച്ചില്ല. അവസാനം ഗദ കൊണ്ട് അടിച്ചു കൊന്നു. നമുക്കെല്ലാം ഇഷ്ടപുണ്യമുള്ള യൂദാ തദേവസിനെ തല്ലിക്കൊന്നു. മത്തിയാസ് ലീഗനെ കുരിശിൽ തറച്ച് കല്ലെറിഞ്ഞു കൊന്നു. വിശുദ്ധ പൗലോസ് ലീഗയെ തലവെട്ടി. സ്റ്റീഫനെ കല്ലെറിഞ്ഞു. ഇനി അടുത്ത ലിസ്റ്റ് നമ്മുടെ ആരുടെയും ആകാം. പ്രിയപ്പെട്ടവരെ, ഈ അപ്പസ്തോല നിരകളൊക്കെ ബുദ്ധിയില്ലാത്തവരാണെന്നോ? ഇവര് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരായിരുന്നോ? അവർ യേശു കൊടുത്ത കൽപ്പന നിറവേറ്റി. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവർ പോയി യേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത് സാക്ഷ്യം വഹിച്ചു. നിത്യജീവനെക്കുറിച്ചുള്ള സ്വപ്നം ഉള്ളിടത്തും മാത്രമേ, സ്വർഗത്തെക്കുറിച്ചും ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും ബോധ്യം ഉള്ളിടത്തും മാത്രമേ ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതത്തെ ബലിയായി സമർപ്പിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ.